നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, മറിച്ച് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും എന്നുള്ള ആത്മവിശ്വാസം കൂടി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. കേരളത്തിൽ ഇക്കുറി ബി.ജെ.പി. പ്രതീക്ഷ വെക്കുന്നത് പ്രധാനമായും 4 മണ്ഡലങ്ങൾ തന്നെയാണ്: തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ, പത്തനംതിട്ട. ഈ 4 മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ പരമ്പരാഗത വോട്ടർമാർക്ക് പുറമെ പുതിയ ബെൽറ്റുകളിലേക്ക് തങ്ങൾക്ക് കടന്നു കയറാൻ സാധിച്ചു എന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വം അടക്കം വിലയിരുത്തുന്നത്. ആദ്യം തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് 2010 മുതൽ മണ്ഡലത്തിന്റെ നഗരപ്രദേശങ്ങളിൽ ബി.ജെ.പി. വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്ന് തെളിയിക്കുന്നതായിരുന്നു അവിടുത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 100 കൗൺസിലർമാരിൽ 35 പേരും ബി.ജെ.പിക്കാരായതും മുഖ്യ പ്രതിപക്ഷമായതുമൊക്കെ പാർട്ടി തിരുവനന്തപുരം മണ്ഡലത്തിൽ നേടിയ ജനപിന്തുണ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, യുവാക്കളെയും നഗരവാസികളെയും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചരണമായിരുന്നു എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. വർഷങ്ങളായി മണ്ഡലത്തിൽ ഉറപ്പിച്ച പാർട്ടി വോട്ടുകൾ കൂടാതെ കന്നി വോട്ടർമാരുടെ അടക്കം യുവ ജനതയുടെ അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രത്തിൽ വീണ്ടും എൻ.ഡി.എ സർക്കാർ എത്തുകയാണ് എങ്കിൽ മന്ത്രി സാധ്യത കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു ബി.ജെ.പി. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രചാരണം നടത്തിയത്. ഇനി ജാതി സമവാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഹിന്ദു വോട്ടർമാർക്ക് വലിയ ഭൂരിപക്ഷമാണ് എങ്കിൽ പോലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കുക തീരദേശത്തെ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ ലത്തീൻ വോട്ടുകൾ തന്നെയാണ്. ഈ ഹൈന്ദവ വോട്ടുകൾ LDF, UDF, BJP എന്നീ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു പോകുമ്പോൾ പലപ്പോഴും ലത്തീൻ വോട്ടുകൾ കാര്യമായി വിഭജിക്കപ്പെടാറില്ല. പക്ഷെ ഇക്കുറി ഈ ലത്തീൻ വോട്ടുകളിൽ വലിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം അടക്കം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായ ഒരു വിധി തിരുവനന്തപുരം എഴുതിയേക്കാം എന്നുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അവിടെ സുരേഷ് ഗോപി അനുകൂല തരംഗമുണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാനം ഒന്നടങ്കം വിലയിരുത്തുന്നത്. 4 ലക്ഷത്തിലേറെ വോട്ട് സുരേഷ് ഗോപി മുഴുവൻ നേടും എന്നുകൂടി പറയപ്പെടുന്നു. പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം 50,000 ആണ് എന്നുകൂടി ബി.ജെ.പി. പറയുന്നുണ്ട്. തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി ലീഡ് നേടും എന്നാണ് ഈ തൃശൂർ ജില്ലാ ഘടകം സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് സമർപ്പിച്ച കണക്കിൽ പറഞ്ഞിരിക്കുന്നത്. 1275 ബൂത്തുകളിലെ വോട്ടിന്റെ കണക്കാണ് പരിശോധിച്ചത്. കഴിഞ്ഞ തവണ 2.94 ലക്ഷം വോട്ടാണ് കിട്ടിയത്. ഇത്തവണ 60,000 മുതൽ 1 ലക്ഷം വോട്ടുകൾ വരെ കൂടുതലായി സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്നുണ്ട്. 3 വർഷമായി സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. മാത്രമല്ല, പുതുക്കാട്, മണലൂർ മണ്ഡലങ്ങളിൽ പാർട്ടി അപ്രതീക്ഷിതമായി മുന്നേറ്റം നടത്തി എന്നുകൂടി കരുതപ്പെടുന്നു. പാർട്ടി മുന്നേറുമെന്ന് കരുതുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30,000 മുതൽ 40,000 വരെ വോട്ട് പാർട്ടിക്ക് നേടാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂരും തീർച്ചയായും ബി.ജെ.പി. പ്രതീക്ഷിക്കുന്ന മണ്ഡലം തന്നെയാണ്. അടുത്തത് ആറ്റിങ്ങലാണ്. ഇക്കുറി കേന്ദ്രമന്ത്രിയും MP-യും MLA-യും തമ്മിലുള്ള ത്രികോണ പോരാട്ടത്തിനായിരുന്നു ആറ്റിങ്ങൽ സാക്ഷ്യം വഹിച്ചത്. കോൺഗ്രസ് സിറ്റിംഗ് MP അടൂർ പ്രകാശിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വർക്കല MLA കൂടിയായ വി ജോയിയാണ് CPM കളത്തിലിറക്കിയത്. ബി.ജെ.പി. തങ്ങളുടെ A ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്ന ആറ്റിങ്ങലിലേക്ക് വന്നത് നമുക്കറിയാം. വി മുരളീധരൻ തന്നെയായിരുന്നു. കേന്ദ്ര സഹമന്ത്രി തന്നെ എത്തുകയും ചെയ്തു. ഇത്തവണ ഇടതിന്റെയും വലതിന്റെയും വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ 25% ഉണ്ടായിരുന്ന ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ഒരു 36 അല്ലെങ്കിൽ 38% ഉയർത്താൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ ബി.ജെ.പിക്ക് ഇവിടെയുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വി മുരളീധരനെ കളത്തിലിറക്കിയത്. 2019 ബി.ജെ.പി. നേടിയ വലിയ മുന്നേറ്റമായിരുന്നു 25% വോട്ട് ആറ്റിങ്ങലിൽ നിന്നുള്ളത്. ഇത് ഒരു 36 മുതൽ 38% വി മുരളീധരൻ ഉയർത്താൻ സാധിക്കുകയാണെങ്കിൽ വലിയ പ്രതീക്ഷകൾ ആറ്റിങ്ങലിൽ ബി.ജെ.പിക്ക് നിലനിൽക്കുന്നുണ്ട്. ഇനി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം, അത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. UDF-ന് വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ഒരു പങ്ക് 2021 തെരഞ്ഞെടുപ്പിൽ LDF-ലേക്ക് മാറുന്ന കാഴ്ച കേരളം കണ്ടതാണ്. ക്രൈസ്തവ സമൂഹത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ ഓരോ പ്രവൃത്തി കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഭാ നേതൃത്വങ്ങളുമായി കൂടുതൽ അടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ എത്തിയ സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്തായാലും 2019 ശബരിമല യുവതി പ്രവേശനം അടക്കം ചർച്ചയായപ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം കൂടിയാണ് ഈ പത്തനംതിട്ട എന്ന് പറയുന്നത്. സർപ്രൈസ് സ്ഥാനാർത്ഥിയായി NDA എത്തിച്ച അനിൽ K. ആന്റണിക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം കേരളത്തിലേക്ക് ഓടിയെത്തിയത് എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. AK ആന്റണിയുടെ മകൻ എന്ന നിലയിൽ വലിയ പ്രാധാന്യമാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം അനിൽ ആന്റണിക്ക് നൽകുന്നത്. മാത്രമല്ല, അനിലിനെതിരെ ബി.ജെ.പിയിൽ ഉയർന്ന എതിർപ്പുകളെ വകവയ്ക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി സമ്മേളനത്തിലൂടെ നൽകാൻ മോദിക്ക് സാധിച്ചിരുന്നു. അതിനർത്ഥം അനിലിന് വിരുദ്ധമായ ഒരു വികാരം അത് സംസ്ഥാന ഘടകത്തിൽ
ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകിച്ചും പത്തനംതിട്ട BJP നേതൃത്വത്തിനുള്ളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ശാഠ്യം അത് കേന്ദ്രത്തിന് നേരിട്ട് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ക്രിസ്ത്യൻ വോട്ടുകൾ അനിൽ കെ ആന്റണിയെ തുണയ്ക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ പത്തനംതിട്ട അപ്രതീക്ഷിതമായി ചില മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചേക്കാം. നിലവിൽ എന്തായാലും 2 സീറ്റുകൾ BJP കേരളത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം തൃശ്ശൂരും തന്നെയാണ്. ഇതിലേതെങ്കിലും ഒരു സീറ്റ് എങ്കിലും കുറഞ്ഞത് പിടിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. ഇനി എന്തായാലും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എക്സിറ്റ് പോൾ ഫലങ്ങളും മറ്റും വന്നു തുടങ്ങിയിരിക്കുന്നു. ഏതൊക്കെ മണ്ഡലങ്ങളിൽ BJP വോട്ട് വിഹിതം ഉയർത്തും, അതിനോടൊപ്പം തന്നെ ഏതൊക്കെ സീറ്റുകളായിരിക്കും പിടിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള നിരവധി ചർച്ചകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.